അപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നിയർ ബൈ ആയിട്ടാണ് തലാപ്പിൽ തറവാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു നെക്സ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ, അതായത് കുട്ടികളുടെ ഡാൻസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളിതിവിടെ വന്നു, ജസ്റ്റ് ഇത് അമ്പലത്തിൻ്റെ നിയർ ബൈ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ഭരതനാട്യം ആയിട്ടും അല്ലാതെ ആയിട്ടും ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് ബിഗിലേ നല്ല അടിപൊളി സദ്യ ഫുഡ്സൊക്കെയാണ്. അതായത് നമുക്ക് ഈ അമ്പലങ്ങളിൽ കിട്ടുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണല്ലോ, അപ്പോൾ അതങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അപ്പോൾ അത് നല്ല ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് റഷാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇറങ്ങി കയറിയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കയറി നിൽക്കാനുള്ളൊരു സ്ഥലമില്ല, അത്രയ്ക്ക് ആൾക്കാരായതുകൊണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങോട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു സ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഡാൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 12 മണിക്കാണ് ഇവർ കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി പാട്ടുകൾ ആയിട്ട് ഇവർ കയറി അടിച്ച് പൊളിച്ചിറങ്ങി. നല്ല സോങ്സ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കഴിയുമ്പോഴത്തേക്ക് ഇനി ഒരു 2 പാട്ടും കൂടി പാടുമെന്നാണ് എല്ലാവരോടും പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ടൈമിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 12 മണി അതിൻ്റെ കഴിയുമ്പോഴത്തേക്ക് 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാടാനുള്ളൊരു ടൈമില്ലല്ലോ, അത്രയ്ക്കും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഇവർ പാടിയിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കാക്കകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കുറേ നേരമായി ആ കാക്കകൾ ഇപ്പോൾ പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് കാക്കകൾ ആ സൗണ്ട് കുറയ്ക്കുന്നുമില്ല, പോകുന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ വോയിസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. അങ്ങനെ തലാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരുപാട് എന്താ പറയുക നല്ല സോങ്സ് ഇവർക്ക് പാടാൻ വേണ്ടിയിട്ട് പറ്റി. ഓരോരുത്തരും മികച്ചതായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് സോങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് തന്നെയാണല്ലോ പാടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസങ്ങളായിട്ട് നമുക്ക് അടുപ്പിച്ച് പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷമാണല്ലോ ഈ ഒരു പാടുന്നത്. അതിൻ്റെതായ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമായിരുന്നു. എന്നിട്ടും കൂടി അവർ നന്നായി അവർക്ക് പാടാൻ. ഇവരുടെ ഓരോ സോങ്സും എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരണം എന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. കാരണം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റീൻ്റെ വക അവർക്കൊരു ഈ ഒരു ഉപഹാരം തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു. ഇതൊക്കെ കഴിഞ്ഞ് വീടെത്തി വന്നൊന്ന് കിടക്കുമ്പോഴത്തേക്ക് 2:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.